മഹാത്മാ അയ്യങ്കാളിയുടെ 85ാം സ്മൃതി ദിനം ആചരിച്ചു. ദളിത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ദളിത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 85ാം സ്മൃതി ദിനം ആചരിച്ചു. കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടാണ് മഹാത്മാ അയ്യങ്കാളി കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും വിടപറഞ്ഞു പോയിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക രംഗത്ത് ജാതി വിവേചനത്തിൻ്റെയും അവഗണനയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടു പോയിട്ടുള്ള സമൂഹത്തിന് വേണ്ടി, ആളുകൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു സാമൂഹിക ആയിരുന്നു മഹാത്മാ അയ്യങ്കാളി. അയ്യങ്കാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പലപ്പോഴും പിന്നോക്ക വിഭാഗത്തിൻ്റെ, ദളിത് വിഭാഗത്തിൻ്റെ മാത്രം ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആള് എന്ന നിലയിലാണ് പലപ്പോഴും പല വേദികളിലും സംസാരിക്കപ്പെടുക. പക്ഷേ അയ്യങ്കാളി ഇടപെട്ട വിഷയങ്ങൾ, അയ്യങ്കാളി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർത്തിയ വിഷയങ്ങൾ എന്നുള്ളത് കേരളത്തെ ആകമാനം ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വിപ്ലവകരമായ ഇടപെടലുകൾ നടത്തിയ ഒരു വലിയ മഹാത്മാവായിരുന്നു അയ്യങ്കാളി എന്നുള്ളത്. 10 വർഷം കേരളം ഭരിച്ച ഇടതു സർക്കാർ ദളിത് സമൂഹങ്ങളെ തഴയുന്ന നയമാണ് കൈക്കൊണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. നിയോജക മണ്ഡലം പ്രസിഡന്റ് AT ലൈജു അധ്യക്ഷത വഹിച്ചു. മുൻ മുനിസിപ്പൽ ചെയർമാൻ KP ബാബു മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PC ജോർജ്, നേതാക്കളായ ശശി കുഞ്ഞുമോൻ, എൽദോസ് കീച്ചേരി, അനൂപ് കാസിം, മുജീബ് റഹ്മാൻ, PR അജി, സുരേഷ് ആലപ്പാട്ട്, TC വിജയൻ നായർ, ഡേവി ജോൺ, ഷാജി വടക്കൻ, PK കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു. പാരമ്പര്യത്തിനാണ് അയ്യങ്കാളി നേതൃത്വം. പിന്നോക്ക വിഭാഗങ്ങളെ രാജഭരണകാലത്ത് ശക്തമായി സഹായിക്കാൻ രാജാധികാരമുള്ള ഭരണകൂടത്തോട് ശക്തമായി നേരിട്ട രാജ്യം എക്കാലത്തും ഓർമ്മിക്കുന്ന ഒരു തീര ദേശാഭിമാനിയാണ് അയ്യങ്കാളി എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. വലിയ മാറ്റങ്ങൾക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം വഴിമാറ്റി രാജ്യത്തെ രക്ഷിച്ചു. അധസ്ഥിതർക്ക് നടക്കാൻ പോലും അവകാശമില്ലാത്തൊരു കാലഘട്ടത്തിൽ അദ്ദേഹം കാളവണ്ടി, വില്ലുവണ്ടി ഉണ്ടാക്കി അതിലൂടെ യാത്ര ചെയ്ത് രാജാധികാരത്തിൻ്റെ തലസ്ഥാനത്ത് എതിർക്കാൻ കാണിച്ച ആ വലിയ നിശ്ചയദാർഢ്യം, അത് തുടർന്നു വന്ന സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് അത് വേദിയൊരുക്കി എന്നുള്ളതാണ് സത്യം. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.